നമസ്കാരം. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഴിവിൽ ഏറ്റവും വലിയ അവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ എല്ലാമായ മേൽശാന്തി നിയമനത്തിൻ്റെ വിജ്ഞാപനമാണിത്. ഇന്ന് വന്നതാണ്. R1 4646/2024 തീയതി 23/7/2024. ഗുരുവായൂർ ദേവസ്വം വിജ്ഞാപനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 1/10/2024 മുതൽ 6 മാസത്തേക്ക് മേൽശാന്തിയായി നിയമിക്കപ്പെടുന്നതിന് താഴെ കാഴ്ച യോഗ്യത ഉള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ 1/1/2024 30 വയസ്സ് തികഞ്ഞവരും 60 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. ശുഗപുരം, പെരുവനം എന്നീ ഗ്രാമങ്ങളിൽപ്പെട്ടവരും ഉത്തമമായി കരുതപ്പെടുന്ന നമ്പൂതിരി ഇല്ലങ്ങളിലെ അംഗങ്ങളും അഗ്നിഹോത്രം, വട്ടവൃത്തി എന്നിവയിൽ ഏതെങ്കിലും ഒന്നുള്ളവരും മാത്രമേ അപേക്ഷിക്കേണ്ടതുള്ളൂ. അപേക്ഷാ ഫോറം ലഭിക്കുന്ന തീയതി 1/8/2024 മുതൽ 17/8/2024 5 PM വരെ. ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ. പൂരിപ്പിച്ച അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 22/8/2024 വൈകിട്ട് 5 മണി വരെ. അപേക്ഷാ ഫോറം 200 രൂപ + 36 GST 236 നിരക്കിൽ ദേവസ്വം ഓഫീസിൽ നിന്നും മേൽപ്പറഞ്ഞ തീയതികളിൽ പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോറം തപാലിൽ ലഭിക്കുന്നതല്ല. പൂരിപ്പിച്ച അപേക്ഷകൾ ദേവസ്വം ഓഫീസിൽ പ്രവൃത്തി സമയങ്ങളിൽ നേരിട്ട് നൽകുകയോ അഡ്മിനിസ്ട്രേറ്റർ, ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 680101 എന്ന മേൽവിലാസത്തിൽ തപാലിലോ അയക്കാവുന്നതാണ്. ദേവസ്വത്തിൽ നിന്നും നൽകുന്ന നിർദ്ദിഷ്ട ഫോറത്തിലല്ലാത്തതും ആവശ്യമായ യോഗ്യതകളില്ലാത്തതും ജാതി, വയസ്സ് തുടങ്ങിയവയും മതിയായ രേഖകളില്ലാത്തതും അപൂർണവും യഥാസ്ഥാനത്തെ ഫോട്ടോ പതിക്കാത്തതും നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്നതുമായ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. വിജ്ഞാപനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിട്ട് 048725563335 എന്ന നമ്പറിൽ ടെലിഫോൺ മുഖേനയോ www.guruvayur.nic.in എന്ന സൈറ്റിലും ലഭ്യമാണ്. ഉത്തരവിൻ പ്രകാരം അസിസ്റ്റൻ്റ് മാനേജർ 25/7/2024. ഒപ്പ് അഡ്മിനിസ്ട്രേറ്റർ. മേൽശാന്തി നിയമനത്തിനാണ്. ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആവാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക, അമൃതാണ്. കാരണം ആ ഗുരുവായൂരപ്പനെ സേവിക്കാൻ, ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഭഗവാന്റെ ആ രൂപത്തെ വണങ്ങാൻ, ഏറ്റവും എല്ലാ കാര്യത്തിനും മേൽശാന്തി 6 മാസത്തിന് ജീവിതവും ജീവിതത്തിൻ്റെ എല്ലാ ദിക്കുകളിലും എത്തുന്ന ആ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായി സേവനം അർപ്പിക്കാൻ ആർക്കാണ് നിയോഗമെന്ന് അറിയാനുള്ള ഒരു ഇതാണിത്. അപ്പോൾ പറ്റാവുന്നവരെല്ലാവരും അതിനുവേണ്ടി അങ്ങനത്തെ ആ സ്ഥലങ്ങളിലെ നമ്പൂതിരി ഇല്ലങ്ങളിൽപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തിക്കുക. അവരതിന് ശ്രമിക്കട്ടെ. അവർക്ക് ആർക്കായാലും കിട്ടിയാൽ അത് ഗുരുവായൂരപ്പൻ്റെ ഭക്തരാവും. ആ ഗുരുവായൂരപ്പ ഭക്തനെ അനുഗ്രഹിക്കട്ടെ.